ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. നമ്മൾ 5ാം ക്ലാസ്സിലെ മാത്സിൻ്റെ 2024 പുതിയ ടെക്സ്റ്റ് ബുക്കിൽ മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ്സ് എന്ന് പറഞ്ഞ 3ാമത്തെ ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ മക്കളെ, നിങ്ങൾ നമ്പേഴ്സ് ആഡ് ചെയ്യാനും മൾട്ടിപ്ലൈ ചെയ്യാനും ഒക്കെ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ? അപ്പോൾ നോക്കൂ, ഫസ്റ്റ് നമുക്ക് ഇതിൽ തന്നിട്ടുള്ളത് 15 + 8, അതായത് 15 + 8 എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ടല്ലേ? എത്രയാണ് 15 + 8 എന്ന് പറഞ്ഞാൽ 23 ആണ്. അതുപോലെ 18 + 5 എത്രയാണ്? അതും 23 ആണ് അല്ലേ? അപ്പോൾ നോക്കൂ, അത് രണ്ടും ഒരേപോലെ കിട്ടി. ഇനി അതേപോലെ നമുക്കൊന്ന് ഗുണിച്ച് നോക്കാം, അതായത് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. അതായത് 15നെ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എത്രയാണ് കിട്ടുന്നത്? 120 ആണ് കിട്ടുന്നത്. എന്നാൽ 18നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴോ 120 ആണോ കിട്ടിയിട്ടുള്ളത്? അല്ല, മാറിയിട്ടുണ്ട്. എത്ര കിട്ടിയത്? 90 ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എന്തുകൊണ്ടാണ് ആഡ് ചെയ്തപ്പോൾ ഒരേ ആൻസർ കിട്ടി, പക്ഷേ മൾട്ടിപ്ലിക്കേഷൻ ചെയ്തപ്പോൾ ഒരേ ആൻസർ കിട്ടാഞ്ഞത് എന്തുകൊണ്ടാണ്? അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം 15 + 8 എന്നുള്ളതിനെ ഒന്ന് പിരിച്ചെഴുതാം. അതായത് 15 എന്നുള്ളതിന് പകരം 10 + 5 എന്ന് കൊടുക്കാം, പിന്നെ +8 എന്ന് കൊടുക്കാം അല്ലേ? 15 + 8 എന്നുള്ളതിന് പകരം 10 + 5 + 8 എന്ന് കൊടുക്കാം. അതുപോലെ 18 + 5 എന്നുള്ളതിന് പകരം എന്ത് കൊടുക്കാം? 10 + 8 + 5 എന്നും കൊടുക്കാം. 18 എന്നുള്ളതിന് പകരം 10 + 8 പിന്നെ +5 എന്ന് അതുപോലെ കൊടുത്തു. ഇനി നോക്കൂ, രണ്ടിലുള്ളത് ഒരേ സംഖ്യകളാണല്ലേ? എന്തൊക്കെയാണ്? രണ്ടിലും 10, 5, 8 തന്നെയാണുള്ളത്. അപ്പോൾ 10നോട് 5 കൂട്ടിയാണ്ട് അതിക്ക് 8 കൂട്ടിയാലും 10നോട് 8 കൂട്ടിയിട്ട് പിന്നെ 5 കൂട്ടിയാലും എന്ത് തന്നെയായിരിക്കും? ഒരേ ആൻസർ തന്നെയായിരിക്കും കിട്ടുക. ഇനി നോക്കൂ, ആഡ് ചെയ്ത പോലെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ, അതായത് 15നെ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും 18നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും ഒരേ സംഖ്യയാണോ കിട്ടുന്നത് നോക്കാം. അപ്പോൾ നോക്കൂ, 15 എന്നുള്ളതിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? 10 + 5 എന്ന് കൊടുക്കാം അല്ലേ? 10 + 5 15 അല്ലേ? പിന്നെ അതിനെ 8 കൊണ്ട് ഗുണിക്കുക എന്ന് പറഞ്ഞാൽ ആ 8നെ 10 കൊണ്ടും ഗുണിക്കണം, 5 കൊണ്ടും ഗുണിക്കണം. അപ്പോൾ എങ്ങനെയാണ് എഴുതുക? 10 × 8 + 5 × 8 എന്ന് എഴുതാം. ഇനി 18 × 5നെ അതുപോലെ എഴുതണം. 18 എന്നുള്ളതിന് പകരം നമുക്ക് എന്ത് എഴുതാം? 10 + 8 എന്ന് കൊടുക്കാം. എന്നിട്ട് പിന്നെ അതിനെ 5 കൊണ്ട് ഗുണിക്കുക എന്ന് പറഞ്ഞാൽ ആ 5നെ 10 കൊണ്ട് ഗുണിക്കണം, 8 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ 10 × 5 + 8 × 5 എന്നാണ് എഴുതേണ്ടത്. ഇനി നോക്കുമല്ലോ, അവസാനത്തെ ബ്രാക്കറ്റിൽ വന്നിട്ടുള്ളത് ഒന്ന് 5 × 8 ആണ്. അതിൻ്റെ താഴെയുള്ളിൽ 8 × 5 ആണ്. അത് സെയിം ആണല്ലേ? 5നെ 8 കൊണ്ട് ഗുണിച്ചാലും 8നെ 5 കൊണ്ട് ഗുണിച്ചാലും എന്ത് തന്നെയാണ്? സെയിം തന്നെയാണ്. എന്നാൽ പിന്നെ ഒന്നിൽ 10 × 8 ആണ്, ഒന്നിൽ 10 × 5 ആണ്. അപ്പോൾ അതെന്താണ്? അത് രണ്ടും നല്ല വ്യത്യാസം ഉണ്ടല്ലേ? 10 × 8 എന്ന് പറഞ്ഞാൽ 80 ആണ്, 10 × 5 എന്ന് പറഞ്ഞാൽ 50 ആണ്. അപ്പോൾ ഏതാണ് വലുത്? 10 × 8 വരുന്നതാണ് അല്ലേ? അപ്പോൾ എന്താണ്? അത് രണ്ടും നല്ല ചേഞ്ച് വരുന്നുണ്ട്. അപ്പോൾ ആഡ് ചെയ്തപ്പോൾ നമുക്ക് 15ക്ക് 8 കൂട്ടിയപ്പോഴും 18ക്ക് 5 കൂട്ടിയപ്പോഴും സെയിം ആണ് കിട്ടിയത്. പക്ഷെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ എന്താണ്? അത് സെയിം അല്ലല്ലേ? നല്ല ചേഞ്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കുത്തുകൾ ഇട്ട് കണ്ടൊന്ന് ചെയ്തു നോക്കാം. അപ്പോൾ നമ്മളിത് കുറച്ചുകൂടെ വ്യക്തമായിട്ട് മനസ്സിലാകാൻ വേണ്ടി കുറച്ച് പൊട്ടുകൾ ഉപയോഗിച്ചാണ് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നോക്കൂ, നമുക്ക് എന്താണ് ആദ്യം കാണേണ്ടത്? 15 × 8 ആണ്. അപ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്തു? പിന്നെ 8 റോ ആയിട്ടും 15 കോളമായിട്ടും ചെയ്തിട്ടുണ്ട് അല്ലേ? 8 റോ ആയിട്ട് പൊട്ടുകൾ അടുക്കി വെച്ചിട്ടുണ്ട്, അതുപോലെ 15 കോളായിട്ടും അടുക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് മൊത്തം എത്ര എണ്ണം ഉണ്ട്? 120 എണ്ണമാണ് ഉണ്ടാവുക അല്ലേ? 15 × 8 എന്ന് പറഞ്ഞാൽ 120 ആണ്. അപ്പോൾ മൊത്തം 120 പൊട്ടുകളാണ് ഇതുള്ളത്. ഇനി 18 × 5 ആണ് കാണേണ്ടതെങ്കിലോ 18 കോളം 5 റോയും ആക്കിയിട്ട് അടയാളം മാർക്ക് ചെയ്ത് വെക്കുക അല്ലേ? പൊട്ടിനെ പിന്നെ ഇതാക്കി വെക്കുക, പൊട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ എത്ര കിട്ടും? മൊത്തം എത്ര എണ്ണമാണുള്ളത്? അപ്പോൾ എത്ര പൊട്ടാണ് നമുക്ക് വേണ്ടി വന്നത്? 90 പൊട്ടാണ് വന്നിട്ടുള്ളത് അല്ലേ? മൊത്തത്തിൽ 90 എണ്ണമുള്ളത്. മറ്റേതിൽ എത്രയായിരുന്നു? 120 ആണ്. അപ്പോൾ 30 പൊട്ടിൻ്റെ മാറ്റമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഏതാണ് വലുത്, എത്ര വ്യത്യാസം ഉണ്ടെന്നൊക്കെ ഒന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ആദ്യത്തേതിൽ പിന്നെ ഒരു 10 പൊട്ട് കഴിഞ്ഞിട്ട് ഒരു ലൈന് വരച്ചെടുക്കുക. രണ്ടാമത്തേലും 10 എണ്ണം കഴിഞ്ഞിട്ടൊരു ലൈന് വരച്ചെടുക്കുക. 10 ഒരു റോയിൽ 10 എണ്ണം ആകുമ്പോൾ ഒരു ലൈന്, അങ്ങനെയാണ് അത് വരച്ചിട്ടുള്ളത്. നോക്കൂ, അപ്പോൾ നോക്കൂ, ഇതിൽ രണ്ടിലും റൈറ്റ് സൈഡിലുള്ള ആ കള്ളിയിൽ സെയിം എണ്ണാണുള്ളത് അല്ലേ? ഒന്നിൽ 5 റോയും 8 കോളാണ്, ഒന്നിൽ 8 റോയും 5 കോളാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അതിൽ രണ്ടിലുള്ള പൊട്ടുകളുടെ എണ്ണം എന്ന് പറഞ്ഞത് സെയിം ആണ്. എന്നാൽ ഫസ്റ്റത്തെ കള്ളിയിൽ എങ്ങനെയാണെന്ന് നോക്കൂ, പിന്നെ 10ഉം 8ഉം ആണ് ഒന്നിൽ, പിന്നെ ഒന്നിലോ 10ഉം 5ഉം ആണ് അല്ലേ? അപ്പോൾ എന്താണ്? നല്ല മാറ്റമല്ലേ? ആദ്യത്തെ കള്ളിയിൽ 80 ഡോട്ട്സ് ഉണ്ട്, രണ്ടാമത്തേൽ താഴെള്ളിയിൽ എത്രയാണുള്ളത്? 50 ഉള്ളൂ. അപ്പോൾ എത്ര മാറ്റമുണ്ട്? പിന്നെ 30 എണ്ണത്തിൻ്റെ മാറ്റം അതിൽ വന്നിട്ടുണ്ട്. നോക്കൂ, ഈ ചിത്രത്തിൽ ഗുണിച്ച് നോക്കാതെ തന്നെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ തന്നെ നമുക്ക് ഇതിൽ ഏതാണ് വലുത് ഏതാണ് ചെറുതെന്ന് മനസ്സിലാവണില്ലേ? എങ്ങനെയാണ്? വലത് റൈറ്റ് സൈഡിലുള്ള ആ ഒരു കള്ളിയിൽ രണ്ടിലും സെയിം ആണല്ലേ? രണ്ടിലും പിന്നെ 5 × 8 ആണ്, 8 × 5 40 ആണ്. എന്നാലോ പിന്നെ ഇടത് ഭാഗത്തുള്ള ആ കള്ളിയിൽ ഒന്നിൽ കുറച്ച് അധികം ഉണ്ട്, ഒന്നിൽ അത്ര തന്നെ ഇല്ല അല്ലേ? ഒന്നിൽ എത്രയാണുള്ളത്? പിന്നെ 10 × 8, അതായത് 80 എണ്ണമാണുള്ളത്. ഒന്നിൽ 10 × 5 അതായത് 50 എണ്ണമാണ് ഉള്ളത്. അപ്പോൾ അത് നല്ല ചേഞ്ച് ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഏതാണ് വലുത് ഏതാണ് ചെറുത് നമുക്ക് ചിത്രത്തിൽ നോക്കിയാൽ തന്നെ മനസ്സിലാവും.
ഇതിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. 16 × 9 അതോ 19 × 6 വലുത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അത് ഗുണിച്ചു നോക്കാതെ തന്നെ പറയാൻ പറ്റുമോ? എങ്ങനെ ആലോചിക്കണം? എങ്ങനെ ആലോചിക്കുക? 16 × 9 എന്നുള്ളതിനെ നമുക്ക് 16 എന്നുള്ളതിന് 10 + 6 എന്നാക്കാം. അപ്പോൾ 10നെയും 9 കൊണ്ട് ഗുണിക്കണം, 6നെയും 9 കൊണ്ട് ഗുണിക്കല്ലേ. അപ്പോൾ 10 + 6 × 9 എന്നുള്ളത് 10 × 9 + 6 × 9 എന്ന് എഴുതാം. ഇനി അതുപോലെ തന്നെ 19 × 6നെയോ 19 എന്നുള്ളത് നമുക്ക് 10 + 9 എന്നാക്കാം. അപ്പോൾ 10 + 9 × 6, ഈ 6 10 കൊണ്ട് ഗുണിക്കണം, 9 കൊണ്ട് ഗുണിക്കണം, ബ്രാക്കറ്റിലുള്ളത് പുറത്തുള്ള രണ്ടിനെയും ഗുണിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ 10 × 6 + 9 × 6 എന്ന് എഴുതാം. അപ്പോൾ നോക്കൂ, അതിൻ്റെ വലത് ഭാഗത്തുള്ളത് ഒന്ന് 6 × 9, ഒന്ന് 9 × 6 ആണ്. അപ്പോൾ അത് തുല്യമാണ് നമുക്കറിയാം. പിന്നെ 10 × 9 ആണ് ഒന്നിൽ 10 × 6 ആണ്. അപ്പോൾ ഇതിൽ ഏതാ വലുത് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും അല്ലേ. 10 × 9 ആണ് വലുത്, 10 × 6 ചെറുതാണ്. അപ്പോൾ ഏതായിരിക്കും ഏറ്റവും വലിയ സംഖ്യ? 16 × 9 ആയിരിക്കും ഏറ്റവും വലിയ സംഖ്യ. 19 × 6 അതിനേക്കാളും ചെറുതാണ്. എത്ര വ്യത്യാസമുണ്ട്? അതിന് വേണ്ടിയിട്ട് നമുക്ക് ആ സെയിം ആയിട്ടുള്ള ഭാഗത്തിന് അങ്ങോട്ട് മാറ്റി വെക്കുക. ബാക്കി എത്രയാണ്? 10 × 9 ആണ് ഒന്നിലുള്ളത്, ഒന്നിൽ 10 × 6 ആണ്. 10 × 9 10 × 6 കുറച്ചാൽ മതി അല്ലേ. 10 × 9 എന്ന് പറയുമ്പോൾ 90 ആണ്, 10 × 6 എന്ന് പറയുമ്പോൾ 60 ആണ്. അപ്പോൾ 90 നിന്ന് 60 കുറക്കുമ്പോൾ എത്ര കിട്ടുന്നത്? 30 ആണ്. അപ്പോൾ അവ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 30 അല്ലേ. അതായത് 19 × 6 16 × 9 പിന്നെ വലുതാണ് അല്ലേ. എത്ര വലുതാണ്? അതിനേക്കാളും 30 ആണ് അതിന് കൂടുതലുള്ളത്. നമുക്ക് അതിൻ്റെ താഴെ കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. നൗ ഇൻ ഈച്ച് ഓഫ് ദി പെയർസ് ഓഫ് പ്രോഡക്ട്സ് ഗിവൺ ബിലോ ക്യാൻ യു ഫിഗർ ഔട്ട് ഇൻ യുവർ ഹെഡ് വിച്ച് ഈസ് ലാർജർ ആൻഡ് ഹൗ മച്ച് മോർ എന്നിട്ട് കുറച്ച് നമ്പേഴ്സ് തന്നിട്ടുണ്ട്. അത് നമ്മൾ ചെയ്ത് നോക്കുക, മനക്കണക്കായിട്ട് ചെയ്ത് നോക്കിയിട്ട് ഏതാണ് വലുത്, എത്ര കൂടുതലുണ്ട് എന്നുള്ളത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നോക്കൂ, അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. 12 × 8 18 × 2 ആണ്. അപ്പോൾ 12 × 8നെ നമുക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് 10 × 8 2 × 8 ആക്കാം അല്ലേ. 18 × 2നെയോ 10 × 2 8 × 2 ആക്കാം. അപ്പോൾ നമുക്ക് നോക്കാം ഏതാണ് വലുത് നോക്കാൻ ഈസി അല്ലേ. അതായത് ആ വലത് ഭാഗത്തുള്ള കള്ളിയിൽ, അതായത് 2 × 8 ആണ് ഒന്നിൽ 8 × 2 ആണ്. അത് രണ്ടും തുല്യമാണ്, അതുകൊണ്ട് അതിന് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഉള്ളത് ഏതാണ്? 10 × 8 10 × 2 ആണ്. അതിൽ ഏതാ വലുത് നോക്കാൻ ഈസി അല്ലേ. ഏതാണ്? 10 × 8 തന്നെ ആയിരിക്കും. അപ്പോൾ എത്ര വ്യത്യാസം ഉണ്ട് നോക്കാൻ എന്താ ചെയ്യേണ്ടത്? 80 നിന്ന് 20 കുറച്ചാൽ മതി അല്ലേ. 10 × 8 80 ആണ്, 10 × 2 20 ആണ്. അപ്പോൾ 80 നിന്ന് 20 കുറച്ചാൽ നമുക്ക് എത്ര വലുപ്പമുണ്ട്, എത്രയാണ് കൂടുതലുള്ളതെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ എഴുതുമ്പോൾ 12 × 8 ആണ് വലുത് എന്ന് എഴുതാം. അതുപോലെ എത്രയാണ് കൂടുതലുള്ളതെന്ന് നോക്കാൻ 80 നിന്ന് 20 കുറക്കുക. അപ്പോൾ 60 ആണ് കൂടുതലുള്ളതെന്ന് മനസ്സിലാവില്ലേ. എങ്ങനെയാണ് 80 കിട്ടിയതെന്ന് മനസ്സിലായില്ലേ. 10 × 8 അത് 80. അതുപോലെ 20 കിട്ടിയതോ 10 × 2 20. അപ്പോൾ 80 നിന്ന് 20 കുറക്കുക, അങ്ങനെ 60 ആണ് കൂടുതലെന്ന് നമുക്ക് മനസ്സിലായി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. 17 × 6 ആണോ 16 × 7 ആണോ വലുതെന്നാണ് നോക്കേണ്ടത്. 17 എന്നുള്ളതിനെ നമുക്ക് 10 + 7 എന്ന് കൊടുക്കാം. 16 എന്നുള്ളതിനെ നമുക്ക് എങ്ങനെ കൊടുക്കാം? 10 + 6 എന്ന് കൊടുക്കാം അല്ലേ. ഇനി 17 × 6 എന്നുള്ളതിന് പകരം 10 + 7 × 6, അതായത് പിന്നെ ബ്രാക്കറ്റിൻ്റെ പുറത്തുള്ളതിനെ ഉള്ളിലുള്ളത് രണ്ടിനെയും കൊണ്ടും ഗുണിക്കണം. അതായത് പിന്നെ 17നെയാണ് 6 കൊണ്ട് ഗുണിക്കേണ്ടത്. അപ്പോൾ 10നെയും 6 കൊണ്ട് ഗുണിക്കണം, 7നെയും 6 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ എങ്ങനെ എഴുതാം? 10 × 6 + 7 × 6 എന്ന് എഴുതാം. പിന്നെ 16 × 7 എന്നുള്ളത് എങ്ങനെ എഴുതാം? 10 × 7 + 6 × 7 എന്ന് എഴുതാം. ഇതിലേതാ വലുത് നോക്കൂ. റൈറ്റ് സൈഡിലുള്ളത് 7 × 6 6 × 7 ആണ്. അത് ഈക്വലാണ്, അതുകൊണ്ട് അതിനെ നമുക്ക് മാറ്റി നിർത്താം. അത് ഇതിക്ക് കൂട്ടാതെ തന്നെ നമുക്ക് മറ്റേത് രണ്ടും ഏതാണ് വലുത് ചെറുത് നോക്കിയിട്ട് വലുതും ചെറുതും പറയാൻ പറ്റും. അപ്പോൾ ഫസ്റ്റത്തിൽ നോക്കൂ 10 × 6 ആണ്, രണ്ടാമത്തിൽ 10 × 7 ആണ് അല്ലേ. അപ്പോൾ ഏതാ വലുത്? 10 × 7 വരുന്നതല്ലേ. 10 × 7 ഏതാണ്? 16 × 7 ആണ് അല്ലേ. അപ്പോൾ 16 × 7 ആണ് ഏറ്റവും വലുത്. അപ്പോൾ ആ വലുത് എത്ര വ്യത്യാസം ഉണ്ട് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? ആ 70 നിന്ന് 60 കുറക്കാം. 10 × 7 എന്ന് പറഞ്ഞത് 70 ആണ്, 10 × 6 എന്ന് പറഞ്ഞാൽ 60. അപ്പോൾ 70 നിന്ന് 60 കുറച്ചാൽ എത്ര കിട്ടും? 10 ആൻസർ കിട്ടും. അപ്പോൾ എത്രയാണ് അവ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്? 10 ആണ്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. 13 × 9 ആണോ 19 × 3 ആണോ വലുതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് കാണുക? 13 എന്നുള്ളതിന് 3 10 + 3 ആണല്ലേ 13 എന്ന് പറഞ്ഞത്. അപ്പോൾ 10നെ 9 കൊണ്ട് ഗുണിക്കണം, 3നെയും 9 കൊണ്ട് ഗുണിക്കണം. പിന്നെ 19 എന്ന് പറയുന്നത് 10ഉം 9ഉം കൂടിയാണ്. അപ്പോൾ 10നെയും 3 കൊണ്ട് ഗുണിക്കണം, 9നെയും
3 കൊണ്ട് ഗുണിക്കണം. ഇനി നോക്കൂ, പിന്നെ റൈറ്റ് സൈഡിലുള്ളത് ഒന്നിൽ 3 ഇൻറ്റു 9 ഒന്നിൽ 9 ഇൻറ്റു 3 ആണ്. അത് ഈക്വലാണ്, അതിനെ നമുക്ക് മാറ്റി നിർത്താം. പിന്നെ ബാക്കി എന്താ വരുന്നത്, ഒന്നിൽ 10 ഇൻറ്റു 9 ഒന്നിൽ 10 ഇൻറ്റു 3 ആണ് അല്ലേ. അപ്പോൾ ഏതാണ് ഇതിൽ വലുത്, 10 ഇൻറ്റു 9 അല്ലേ. 10 ഇൻറ്റു 9 വരുന്ന സംഖ്യ ഏതാണ്, 13 ഇൻറ്റു 9 ആണ്. അപ്പോൾ ഏതാണ് വലുത്, 13 ഇൻറ്റു 9 ആണ് വലുത്. എത്ര വലുപ്പമുണ്ട്, എത്ര കൂടുതലുണ്ട്, പിന്നെ 10 ഇൻറ്റു 9 എന്ന് പറഞ്ഞാൽ 90 ആണ്, 10 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ 30 ആണ്. അപ്പോൾ 90 നിന്ന് 30 കുറക്കുമ്പോൾ എത്രയാണ്, 60 എന്ന് കിട്ടും. അപ്പോൾ എത്രയാണ് അവ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, 60 ആണ്. ഇതിൽ 4ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. 25 ഇൻറ്റു 6 ആണോ 26 ഇൻറ്റു 5 ആണോ വലുതെന്നാണ് നോക്കേണ്ടത് അല്ലേ. അപ്പോൾ എങ്ങനെ എഴുതാം, 25 ഇൻറ്റു 6 എന്നുള്ളത് എങ്ങനെ മാറ്റി എഴുതാം, 20 ഇൻറ്റു 6 പ്ലസ് 5 ഇൻറ്റു 6 അല്ലേ. 20നെ 6 കൊണ്ട് ഗുണിക്കണം, 5നെ 6 കൊണ്ട് ഗുണിക്കണം. ഇനി 26 ഇൻറ്റു 5 ആണെങ്കിലോ 20നെ 5 കൊണ്ട് ഗുണിക്കണം, 6നെ 5 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ നോക്കൂ, വലത് ഭാഗത്ത് ഒന്ന് 5 ഇൻറ്റു 6 ഒന്ന് 6 ഇൻറ്റു 5 ആണ്. നമുക്കറിയാം 5നെ 6 കൊണ്ട് ഗുണിച്ചാലും 6നെ 5 കൊണ്ട് ഗുണിച്ചാലും അത് ഈക്വലാണ് എന്നുള്ളത് അല്ലേ, അത് തുല്യമാണ്. അപ്പോൾ അതുകൊണ്ട് അതിനെ മാറ്റി നിർത്താം. പിന്നെ ബാക്കി വരുന്നത് എത്രയാണ്, ഒന്നിൽ 20 ഇൻറ്റു 6 ഒന്നിൽ 20 ഇൻറ്റു 5 അല്ലേ വരുന്നത്. അപ്പോൾ ഏതാണ് അതിൽ വലുത്, 20നെ 5 കൊണ്ട് ഗുണിക്കുമ്പോഴാണോ 20നെ 6 കൊണ്ട് ഗുണിക്കുമ്പോഴാണോ വലിയ സംഖ്യ കിട്ടുക, 20നെ 6 കൊണ്ട് ഗുണിക്കുമ്പോഴാണ്. അപ്പോൾ 20നെ 6 കൊണ്ട് ഗുണിക്കുമ്പോൾ കിട്ടുന്ന ആ സംഖ്യ ഏതാണ് അതിൽ വരുന്നത്, 25 ഇൻറ്റു 6 അല്ലേ, അതല്ലേ വലിയ സംഖ്യ വരുന്നത്. അപ്പോൾ 25 ഇൻറ്റു 6 ആണ് അതിൽ വലുത് വരുന്നത്. എത്ര വ്യത്യാസമുണ്ട്, 120ന്ന് 100 കുറച്ചാൽ മതി അല്ലേ. ഏതാണ് 120 എന്ന് പറഞ്ഞത്, 20 ഇൻറ്റു 6 120 ആണ്, 2 6 12, 12ക്ക് ഒരു 0 ഇട്ട് കൊടുത്താൽ മതി അല്ലേ 20നെ 6 കൊണ്ട് ഗുണിക്കാൻ. അപ്പോൾ 120 കുറക്കണം, 20 ഇൻറ്റു 5 എത്രയാണ്, 2 5 10, അപ്പോൾ ഒരു 0 കൂടി ഇട്ടാൽ 100. അപ്പോൾ 120 കുറക്കണം 100 ആണ് കാണേണ്ടത്. 120ന്ന് 100 കുറക്കുമ്പോൾ 20. അപ്പോൾ അവ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ എത്രയാണ്, 20 ആണ്. 20 കൂടുതലുണ്ട് അല്ലേ ഒന്നിന്. ഈ ചിത്രം നോക്കൂ, ഇതിൽ 13 റോ ആയിട്ടാണ് പിന്നെ ഡോട്ട്സ് വെച്ചിട്ടുള്ളത് അല്ലേ. 13 റോ ഉണ്ട്, ഓരോ റോയിലും എത്ര വീതമുണ്ട്, 15 വീതമുണ്ട്. അപ്പോൾ അത് കണക്കാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്, 15 ഇൻറ്റു 13 കാണുകയാണ് വേണ്ടത് അല്ലേ. പക്ഷെ നമ്മൾ കുറച്ചുകൂടെ ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആ 15ഉം 13ഉം ആയിട്ടുള്ള ആ ഒരു കള്ളി തന്നെ 10 എണ്ണം ആക്കിയിട്ട് ഒരു വരിയിൽ 10 എണ്ണം വരുന്ന രീതിയിൽ നമ്മൾ അതിനൊന്ന് ഡിവൈഡ് ചെയ്യുകയാണ്. അപ്പോൾ 10 പിന്നെ എണ്ണം ആവുമ്പോൾ അവിടെ ഒരു വര വരച്ചു കൊടുത്തു. അപ്പോൾ എന്തായി, 13 പിന്നെ വരികളുണ്ട്, ഓരോ വരിയിലും 10 വീതമുള്ളതാണ് ആദ്യത്തെ കള്ളിയിൽ. രണ്ടാമത്തെ കള്ളിയിലോ പിന്നെ 5 എണ്ണം ഉണ്ട്, ആ 5 എണ്ണ 13 വരികളിലും 5 വീതം പുള്ളികളാണുള്ളത് അല്ലേ. 13 വരികൾ തന്നെയാണ്, പക്ഷെ അതിൽ 5 വീതമാണ് പിന്നെ ബാക്കിയുള്ളത്. ഇനി നമുക്കത് കുറച്ചുകൂടെ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് ഓരോ നിരയെയും 10ഉം 3ഉം ആയിട്ട് തിരിക്കാം. മുകളിൽ 10 താഴെ 3 വരുന്ന രീതിയിൽ അങ്ങനെ ഒരു കള്ളിയും കൂടി വരച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഈസിയാവും. ഇപ്പോൾ ഇത് കണക്കാക്കാൻ കുറച്ചുകൂടെ ഈസി ആയില്ലേ. നോക്കൂ, ഓരോ റോയിലും ആദ്യത്തെ ആ ഒരു പിന്നെ റെക്റ്റാങ്കിൾ എടുത്താൽ അതിൽ പിന്നെ 10 ഡോട്ടാണുള്ളത്. ആ 10 ഡോട്ട് പിന്നെ എന്താണ് 10 റോ ആയിട്ടാണ് അടുക്കി വെച്ചിട്ടുള്ളത്. ആ 10 റോയിലും എന്തൊക്കെയുണ്ട്, 10 എണ്ണം വീതമുണ്ട് അല്ലേ. അപ്പോൾ ആ ഒരു ഫസ്റ്റത്തെ കള്ളിയിൽ എന്ന് പറഞ്ഞാൽ 10 ഇൻറ്റു 10 ആണ്, അങ്ങോട്ടും ഇങ്ങോട്ടും 10 വീതമാണ്, അതുകൊണ്ട് തന്നെ 10 ഇൻറ്റു 10 ആണ്. ഇനി രണ്ടാമത്തെ കള്ളിയിൽ നോക്കൂ, അതെത്രയാണ്, പിന്നെ എന്താണ് 10 റോ ആയിട്ട് കൊടുത്തിട്ടുണ്ട്, പക്ഷേ ഓരോന്നിലും എത്ര വീതമുള്ളത്, 5 വീതമാണുള്ളത് അല്ലേ. ഓരോ റോയിലും 5 വീതമാണുള്ളത്. അപ്പോൾ അതെന്താണ്, 5 ഇൻറ്റു 10 ആണ്. ഇനി താഴെ നോക്കൂ, അത് 10 ഇൻറ്റു 3 ആണ് അല്ലേ. 3 റോ ഉണ്ട്, ഓരോ റോയിലും 10 വീതം, അപ്പോൾ 10 ഇൻറ്റു 3. അടുത്തതിൽ 3ഉം 5ഉം ആണ്, അപ്പോൾ 5 ഇൻറ്റു 3ഉം കണ്ടാൽ മതി. എന്നിട്ട് ഇതെല്ലാം കൂടെ കൂട്ടിയാൽ മൊത്തം എത്ര ഉണ്ട് എന്ന് കാണാൻ പറ്റൂലേ. അപ്പോൾ നമുക്കത് പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് കണക്കാക്കുക, മൊത്തം 15 ഇൻറ്റു 13 ആണ് നമ്മൾ കാണേണ്ടത്. ആദ്യം നമ്മളതിന് 10 ഇൻറ്റു 10 ആക്കി ഒരു കള്ളിയിൽ, പിന്നെ 5 ഇൻറ്റു 10 ഒരു കള്ളിയിൽ, 10 ഇൻറ്റു 3 ഒരു കള്ളിയിൽ, അതുപോലെ 5 ഇൻറ്റു 3 ഒരു കള്ളിയിലുമാണ്. അപ്പോൾ അതെല്ലാം കൂടെ കൂട്ടണം. 10 ഇൻറ്റു 10 പറഞ്ഞാൽ 100 ആണ്, 5 ഇൻറ്റു 10 പറഞ്ഞാൽ 50 ആണ്, 10 ഇൻറ്റു 3 പറയുമ്പോൾ 30 ആണ്, 10 3 30. നിങ്ങൾക്ക് അറിയാലോ അല്ലേ, അങ്ങനെ 10 കൊണ്ട് ഗുണിക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത്, ജസ്റ്റ് ഒരു 0 ഇട്ട് കൊടുത്താൽ മതി. പിന്നെ 5 ഇൻറ്റു 3 3 5 15 എന്ന് എഴുതാം. ഇനി അതെല്ലാം കൂടെ കൂട്ടുക, 100 50ഉം 150, 150ക്ക് 30ഉം കൂടെ കൂട്ടിയാൽ 180, 180ക്ക് 15ഉം കൂടെ കൂട്ടിയാൽ 195 എന്നും കിട്ടും. അപ്പോൾ 15 ഇൻറ്റു 13 195 ആണ് എന്നുള്ളത് നമുക്ക് ഗുണിച്ച് നോക്കാതെ തന്നെ പറയാൻ പറ്റും. അപ്പോൾ ഇതുവരെ നമ്മൾ പൊട്ടൊക്കെ വെച്ചാണ് ചെയ്തത്. ഇനി അതൊന്നും ഇല്ലാതെ തന്നെ നമുക്കിത് ചെയ്ത് നോക്കാം. അതായത് 18 ഇൻറ്റു 12 നമ്മൾ കാണേണ്ടത്. അപ്പോൾ നമ്മളൊരു കള്ളി വരയ്ക്കുക, അതിന് 18ഉം 12ഉം കൊടുക്കുക. അപ്പോൾ നമുക്കതൊന്ന് ഈസി ആക്കാൻ വേണ്ടിയിട്ട് 10ഉം 10ഉം പിന്നെ 10ഉം 8ഉം ആണ് 18 നമുക്കറിയാം. അപ്പോൾ ഒരു കള്ളിയിൽ 10 ഒരു കള്ളിയിൽ 8ഉം വരുന്ന രീതിയിൽ എഴുതുക. പിന്നെ 12 ആണെങ്കിലോ 10ഉം 2ഉം ആണ്, അപ്പോൾ 10ഉം 2ഉം ആക്കിയിട്ട് താഴേക്കും എഴുതുക. ആ കള്ളിയിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി നമ്മൾ അതൊക്കെ ഒന്ന് ഗുണിച്ചെഴുതണം. അപ്പോൾ നോക്കൂ, 10 ഇൻറ്റു 10 100 ആണ്. അപ്പോൾ നേരെ താഴെയുള്ള ആ കള്ളിയിൽ 10 ഇൻറ്റു 10 100 എന്ന് എഴുതുക. പിന്നെ ആ 8ൻ്റെ താഴെയുള്ള കള്ളിയിൽ ഇപ്പുറത്തുനിന്ന് ഇങ്ങോട്ട് 10ഉം ആണ് അല്ലേ. അപ്പോൾ 10 ഇൻറ്റു 8 അപ്പോൾ എത്രയാണ്, 80 എന്ന് കൊടുക്കുക. ഇനിയോ
പിന്നെ 10ൻ്റെ താഴേക്ക് ഏറ്റവും അടിയിലുള്ളതിൽ 2ആണ്. അപ്പോൾ 10 × 2 20 എന്ന് കൊടുക്കുക. 10 × പിന്നെ 8 എത്ര, അല്ല 2 × 8 എത്രയാണ് 16 എന്നും കൊടുക്കുക. 2 8 16. അപ്പോൾ ആ കള്ളിയിൽ 16 എന്നും കൊടുക്കുക. അപ്പോൾ 100 80 20 16 അങ്ങനെ കിട്ടിയില്ലേ. ഇനി നമുക്കത് 4ഉം കൂടെ കൂട്ടിയാൽ മതി. എത്രയാണ് 100ഉം 20ഉം 80ഉം 16ഉം കൂടെ കൂട്ടുക. 100 20ഉം 120, 120ക്ക് 80ഉം കൂടെ കൂട്ടിയാൽ 200, 200ഉം 16ഉം കൂടെ കൂട്ടിയാൽ 216 എന്ന് ആൻസർ കിട്ടും. അതായത് 18 × 12 എന്ന് പറയുന്നത് ഗുണിച്ച് നോക്കാതെ തന്നെ നമുക്ക് ആൻസർ കിട്ടിയില്ല. എത്രയാണ് 216 ആണ് എന്ന്. അപ്പോൾ നമ്മൾ ഈ ചെയ്തതിനെ തന്നെ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു കള്ളി വരച്ചിട്ട് ചെയ്യാം. അതായത് പിന്നെ ആദ്യത്തെ കള്ളിയിൽ നേരത്തെ ചെയ്ത പോലെ തന്നെ 10 × 10 100 കൊടുക്കുക. പിന്നെ 10ഉം 8ഉം 10 × 8 80, 10 × 2 20, 2 × 8 16. അങ്ങനെ 4 കള്ളിയിലും കൊടുത്തു കഴിഞ്ഞിട്ട് അതിൻ്റെ അടുത്ത് തന്നെ ഒരു കള്ളിയും കൂടെ വരയ്ക്കുക. എന്നിട്ട് അതിൽ 100ഉം 80ഉം കൂടിയും കൂട്ടിയിട്ട് 180 എന്നും 20ഉം 16ഉം കൂടിയും കൂട്ടിയിട്ട് 36 എന്നും എഴുതുക. എന്നിട്ട് 180ഉം 36ഉം കൂടിയും കൂട്ടിയിട്ട് താഴെ 216 എന്ന് കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്തായി ആൻസർ കിട്ടിയില്ലേ. അതിന് താഴെയുള്ള ഇതിലുള്ള ഈ ക്വസ്റ്റ്യൻസ് നമുക്ക് ഇതേപോലെ ഒന്ന് ചെയ്തു നോക്കാം. അതായത് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. 13 × 15 ആണ്. അപ്പോൾ ആദ്യം നമുക്ക് കള്ളിയൊക്കെ ഒന്ന് വരക്കാം. അതിന് ശേഷം നമുക്ക് 13 എന്നുള്ളതിന് 10ഉം 3ഉം ആക്കാം. 15 എന്നുള്ളതിനോ 10ഉം 5ഉം ആക്കാം അല്ലേ. അത് ആ കള്ളീൻ്റെ ഓരോ ഭാഗത്തായിട്ട് എഴുതി കൊടുക്കുക. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് നോക്കൂ. ആ ഫസ്റ്റത്തെ കള്ളിയില്ലേ അതിൻ്റെ മുകളിൽ 10 ആണ്, അതുപോലെ സൈഡിലും 10 ആണ്. അപ്പോൾ 10 × 10 ആണ് അതിൻ്റെ ഉള്ളിൽ എഴുതേണ്ടത്. അപ്പോൾ എത്രയാണ് 10 × 10 100 എന്ന് എഴുതാം. ഇനി അതിന് ശേഷമുള്ള കള്ളിയിൽ നോക്കൂ. അതിന് മുകളിൽ 3 ആണ്, സൈഡിൽ 10 ആണല്ലേ. അപ്പോൾ അത് ആ ഒരു കള്ളിക്ക് എന്താ ചെയ്യേണ്ടത് 10 × 3 ആണ്. അപ്പോൾ 30 എന്നും കൊടുക്കാം. ഈ താഴെ 100ൻ്റെ താഴെയുള്ള ആ കള്ളിയിൽ എന്താ കൊടുക്കേണ്ടത് മുകളിൽ 10 ആണ്, സൈഡിൽ 5 ആണ്. അപ്പോൾ അത് ഗുണിച്ച് കണ്ടുള്ളതാണ് അതിൽ എഴുതേണ്ടത്. അപ്പോൾ 10 × 5 എത്രയാണ് 50 എന്ന് കൊടുക്കണം. ഇനി അടുത്ത കള്ളിയിൽ എത്രയാണ് ആ കള്ളീൻ്റെ മുകളിൽ വരുന്നത് 3 ആണ്, സൈഡിൽ വരുന്നത് 5 ആണല്ലേ. അപ്പോൾ 3 × 5 അപ്പോൾ എത്രയാണ് 15 എന്നാണ് കൊടുക്കേണ്ടത്. ഇനി അതിൻ്റെ നേരെയുള്ള കള്ളിയിൽ നമ്മൾ ചെയ്യേണ്ടത് ആ 100ഉം 30ഉം കൂടിയും ആഡ് ചെയ്ത് എഴുതുക. പിന്നെ അതിൻ്റെ താഴെയുള്ള കള്ളിയിൽ 15ഉം കൂടെ ആഡ് ചെയ്തിട്ട് എഴുതാൻ വേണ്ടത്. അപ്പോൾ 100ഉം 30 കൂടി ആഡ് ചെയ്താൽ എത്രയാണ് 130 എന്ന് എഴുതാം അല്ലേ. ഇനി താഴെയുള്ള കള്ളിയിൽ എത്ര എഴുതേണ്ടത് 15ഉം കൂടെ കൂട്ടിയിട്ട് അപ്പോൾ എത്ര കിട്ടുക 65 എന്ന് കിട്ടും. അപ്പോൾ അത് ആ കള്ളിയിൽ എഴുതാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് ആ 130ഉം 65ഉം കൂടെ കൂട്ടിയിട്ട് അതിൻ്റെ താഴെ എഴുതുക. അതായിരിക്കും എന്ത് 13 × 15 എന്നുള്ളതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ അത് എത്രയാണ് 130 × 65, 130 + 65 എന്ന് പറഞ്ഞാൽ എത്രയാണ്, അതാണ് നമ്മൾ താഴെ എഴുതേണ്ടത് അല്ലേ. 130 + 65 എന്ന് പറഞ്ഞാൽ 195 ആണ്. അപ്പോൾ നമുക്കത് താഴെ എഴുതി കൊടുക്കാം. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടിയല്ലോ. 13 × 15 എന്ന് പറഞ്ഞാൽ എത്രയാണ് 195 ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. 17 × 16 ആണ് കാണേണ്ടത്. അപ്പോൾ അത് നമുക്കിതുപോലെ കള്ളി വരച്ചിട്ടാണ് ചെയ്ത് കാണിക്കേണ്ടത്. അപ്പോൾ ആദ്യം നമുക്കിതുപോലെ കള്ളി വരയ്ക്കുക. എന്നിട്ട് 17 എന്നുള്ളതിന് പകരം 10ഉം 7ഉം ഓരോ ബോക്സിൻ്റെ മേലെ എഴുതുക. 10 7 എന്ന് കൊടുക്കുക. പിന്നെ 16 എന്നുള്ളതിന് പകരം 10ഉം 6ഉം അല്ലേ, 10ഉം 6ഉം കൂടെ കൂട്ടിയാലല്ലേ 16 കിട്ടുന്നത്. അപ്പോൾ 10ഉം 6ഉം അത് ഓരോ കള്ളിക്ക് താഴേക്കാക്കിയിട്ട് അങ്ങനെയും കൊടുക്കുക. ഇനി എന്താ ചെയ്യുക, ഫസ്റ്റ് ബോക്സിൽ ആ മുകളിലുള്ള 10ഉം സൈഡിലുള്ള 10ഉം കൂടിയാണ് ആ ഫസ്റ്റ് ബോക്സിൽ ഗുണിച്ച് എഴുതേണ്ടത്. 10 × 10 100 ആണ്. അപ്പോൾ ആദ്യം 100 എന്ന് എഴുതി. ഇനി അടുത്ത കള്ളിയിൽ എന്താ കൊടുക്കേണ്ടത് 7ഉം 10ഉം ആണല്ലേ. അതിൻ്റെ മുകളിൽ 7 ആണ്, സൈഡിൽ 10 ആണ്. അപ്പോൾ അത് ഗുണിച്ചിട്ടാണ് അതിൽ എഴുതേണ്ടത്. അപ്പോൾ എത്ര കിട്ടുക 70 എന്നും എഴുതാൻ പറ്റും. ഇനി താഴെയുള്ള കള്ളിയിൽ അതിൻ്റെ മുകളിൽ കൊടുത്തിട്ടുള്ളത് 10 ആണ്, സൈഡിലുള്ളത് 6 ആണ്. അപ്പോൾ അത് ഗുണിച്ചിട്ടാണ് അതിൻ്റെ ഉള്ളിൽ എഴുതുക. അപ്പോൾ 10 × 6 എത്രയാണ് 60 എന്നാണ്. അപ്പോൾ അത് നമുക്ക് ആ കള്ളിയിൽ എഴുതാം. ഇനി അടുത്ത കള്ളിയിൽ എത്ര എഴുതേണ്ടത്, അതിൻ്റെ മുകളിൽ വരുന്നത് 7 ആണ്, സൈഡിൽ വരുന്നത് 6 ആണ്. അപ്പോൾ 7 × 6 ആണ് ആ ഒരു ബോക്സിൽ എഴുതേണ്ടത്. 7 × 6 പറഞ്ഞാൽ എത്രയാണ് 42 ആണല്ലേ. 7 × 6 എന്ന് പറഞ്ഞാൽ 42 ആണ്. അപ്പോൾ അത് 42 എന്ന് എഴുതി കൊടുക്കാം. ഇനി അടുത്ത കള്ളിയിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, അത് ആഡ് ചെയ്ത് എഴുതാനുള്ളത് അല്ലേ. 100ഉം 70 കൂടി ആഡ് ചെയ്തിട്ട് അതിൻ്റെ നേരെയുള്ള കള്ളിയിൽ എഴുതുക. 60ഉം 42ഉം കൂടി ആഡ് ചെയ്തിട്ട് അതിൻ്റെ നേരെയുള്ള കള്ളിയിൽ എഴുതുക. അപ്പോൾ 100ഉം 70ഉം കൂടി ആഡ് ചെയ്താൽ എത്രയാണ് 170 എന്നാണ്. അപ്പോൾ അത് നമുക്ക് ആ കള്ളിയിൽ എഴുതാം. ഇനിയോ 60 42 അത് രണ്ടും കൂടി ആഡ് ചെയ്യുക. അപ്പോൾ എത്ര കിട്ടുക 102 എന്ന് കിട്ടും. അത് നമുക്ക് അതിൻ്റെ നേരെയുള്ള കള്ളിയിൽ എഴുതാം. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, ആഡ് ചെയ്ത് എഴുതിയ ആ രണ്ട് സംഖ്യ അല്ലേ, അതായത് 170ഉം 102ഉം അത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് അതിൻ്റെ താഴെ എഴുതുക. അപ്പോൾ അത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടുക 272 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ 17 × 16 എന്ന് പറഞ്ഞത് എത്രയാണ് 272 ആണ്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 18 × 19 ആണ് കാണേണ്ടത്. ഇതിന് നമുക്ക് ഇതുപോലെ കള്ളി വരച്ചിട്ട് വേണം ചെയ്യാനായിട്ട്.
അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം കള്ളികളൊക്കെ വരയ്ക്കുക. എന്നിട്ട് 18 എന്നുള്ളതിന് പകരം എന്ത് കൊടുക്കണം? 10ഉം 8ഉം. 10 + 8 അല്ലേ 18. അപ്പോൾ 10ഉം 8ഉം അത് ആ കള്ളിൻ്റെ ഓരോ കള്ളിൻ്റെ മേലായിട്ട് കൊടുക്കുക. പിന്നെ 19 എന്നുള്ളതിന് പകരം എന്ത് കൊടുക്കാം? 10ഉം 9ഉം അല്ലേ? 10 + 9 അല്ലേ 19 എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഓരോ കള്ളിക്കും താഴേക്കായിട്ട് അങ്ങനെയും കൊടുക്കുക. 10ഉം 9ഉം ചിത്രത്തിൽ കാണുന്ന പോലെ അങ്ങനെ എഴുതുക. ഇനി നമ്മൾ ആ ഫസ്റ്റത്തെ കള്ളിയിൽ പിന്നെ മുകളിലും സൈഡിലും ഉള്ളത് അതിന് 10ഉം 10ഉം ആണല്ലേ. അപ്പോൾ 10നെ 10 കൊണ്ട് വിളിച്ചിട്ട് അത് എഴുതാം. 10 × 10 എത്രയാണ്? 100 ആണ്. അപ്പോൾ ഫസ്റ്റത്തെ കള്ളിയിൽ 100 എന്ന് എഴുതാം. ഇനി അതിൻ്റെ നേരെയുള്ള കള്ളിയിൽ എത്രയാണ്? മുകളിൽ 8 ആണ്, സൈഡിൽ 10 ആണ്. അപ്പോൾ 10 × 8 എത്രയാണ്? 80 ആണ് അല്ലേ. അപ്പോൾ ആ കള്ളിയിൽ അതും എഴുതാം. ഇനി ആ 100ന് താഴെ വരുന്ന ആ കള്ളിയിൽ എന്താണ്? അതിൻ്റെ ഏറ്റവും മുകളിൽ 10 ആണ്, സൈഡിൽ 9 ആണ്. അപ്പോൾ 10ഉം 9ഉം കൂടി ഗുണിച്ചിട്ടാണ് അതിൽ എഴുതേണ്ടത്. 10 × 9 എത്രയാണ്? 90. അപ്പോൾ ആ കള്ളിയിൽ 90 എന്ന് കൊടുക്കാം. ഇനി അടുത്ത കള്ളിയിൽ എത്രയാണ് കൊടുക്കേണ്ടത്? അതിൻ്റെ ഏറ്റവും മുകളിൽ 8ഉം സൈഡിൽ 9ഉം ആണ് വരുന്നത് അല്ലേ. അപ്പോൾ 8നെ 9 കൊണ്ട് ഗുണിച്ചിട്ടാണ് അതിൽ എഴുതേണ്ടത്. 8 × 9 എത്രയാണ്? 72 അല്ലേ. അപ്പോൾ ആ കള്ളിയിൽ നമ്മൾ 72 എന്ന് എഴുതി. ഇനി എന്താ ചെയ്യേണ്ടത്? അടുത്ത കള്ളിയിൽ വരുന്നത് അടുത്ത തന്നെ 2 കള്ളിയും കൂടെ വരച്ചിട്ടില്ല. അതിൽ ചെയ്യേണ്ടത് എന്താണ്? ഇത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് അതിൽ എഴുതാൻ വേണ്ടത്. അതായത് പിന്നെ 100ഉം 80 കൂടി ആഡ് ചെയ്തിട്ട് 180 എന്ന് ഫസ്റ്റത്തെ കള്ളിയിൽ എഴുതുക. താഴെ 90ഉം 72 കൂടി ആഡ് ചെയ്തിട്ടുമാണ് എഴുതേണ്ടത്. അപ്പോൾ ആദ്യം 100ഉം 80ഉം കൂടി ആഡ് ചെയ്തിട്ട് 180 എന്ന് എഴുതി. പിന്നെ 90ഉം 72 കൂടി ആഡ് ചെയ്തിട്ട് 162 എന്നും എഴുതി. ഇനി നമ്മൾ ചെയ്യേണ്ടത് പിന്നെ 180ഉം 162ഉം കൂടിയും ആഡ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ താഴെ എഴുതുക. അപ്പോൾ എത്രയാണ് കിട്ടുക? 342 എന്ന് കിട്ടും അല്ലേ. 180ഉം 162ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ 342 എന്ന് കിട്ടും. അപ്പോൾ അതാണ് എന്ത്? 18 × 19 എന്നുള്ളതിൻ്റെ ആൻസർ പറയുന്നത്. ഇതിൽ നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. 14 × 18 എത്രയാണെന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് കാണാൻ നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ കള്ളികളൊക്കെ വരയ്ക്കണം. അപ്പോൾ കള്ളിയൊക്കെ വരച്ചതിന് ശേഷം നമ്മൾ 14 എന്നുള്ളതിന് 10ഉം 4ഉം ആക്കിയിട്ട് എഴുതാം അല്ലേ. 10 + 4 അല്ലേ 14. അതുപോലെ 18 എന്നുള്ളതിന് 10ഉം 8ഉം ആക്കിയിട്ടും എഴുതാം. അപ്പോൾ 10 + 8 ആണല്ലോ 18. അപ്പോൾ അത് അങ്ങനെ ആ കള്ളിയിൽ അങ്ങനെ കള്ളിൻ്റെ സൈഡിലായിട്ട് അങ്ങനെ എഴുതി കൊടുക്കുക. ഇത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഫസ്റ്റത്തെ കള്ളിയിൽ അതിൻ്റെ മുകളിലുള്ള 10ഉം സൈഡിലുള്ള 10ഉം കൂടെ ഗുണിച്ചിട്ട് എഴുതുക. അപ്പോൾ എത്രയാണ്? 100 എന്ന് കിട്ടും അല്ലേ. ഇനി അടുത്ത കള്ളിയിലോ മുകളിൽ 4 ആണ്, സൈഡിൽ 10 ആണ്. അപ്പോൾ എത്ര കിട്ടുക? അത് ഗുണിക്കുമ്പോൾ 40 എന്ന് കിട്ടും. അപ്പോൾ അത് ആ കള്ളിയിൽ എഴുതി കൊടുക്കുക. ഇനി എന്ത് ചെയ്യണം? ആ 100ൻ്റെ താഴെയുള്ള കള്ളിയിൽ അപ്പോൾ അതിൻ്റെ മുകളിലുള്ളത് എന്താണ്? 10 ആണ്, സൈഡിൽ 8 ആണ് അല്ലേ. അപ്പോൾ 10നെ 8 കൊണ്ട് ഗുണിച്ചിട്ടാണ് അതിൽ എഴുതേണ്ടത്. അപ്പോൾ അതിൽ എത്ര കിട്ടുക? 80 എന്ന് എഴുതാം. ഇനി അടുത്ത കള്ളിയിൽ മുകളിൽ 4ഉം സൈഡിൽ 8ഉം അല്ലേ. അപ്പോൾ 4 × 8 32 എന്ന് എഴുതാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? പിന്നെ 100ഉം 40ഉം കൂടിയും കൂട്ടിയിട്ട് അതിൻ്റെ നേരെയുള്ള കള്ളിയിൽ ആഡ് ചെയ്ത് കണ്ടാണ് എഴുതേണ്ടത് അല്ലേ. 100ഉം 40ഉം കൂടിയും ആഡ് ചെയ്യുമ്പോൾ എത്രയാണ് കിട്ടുന്നത്? 140 എന്ന് കിട്ടും. അത് ആ കള്ളിയിൽ എഴുതാം. ഇനി അതിൻ്റെ താഴെയുള്ള കള്ളിയിൽ എന്താ എഴുതേണ്ടത്? അതിൻ്റെ നേരെയുള്ള 80ഉം 32ഉം കൂടി ആഡ് ചെയ്തത് അല്ലേ. 80ഉം 32ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ എത്രയാണ് കിട്ടുക? 112 എന്ന് കിട്ടും. അപ്പോൾ അത് ആ കള്ളിയിൽ എഴുതാം. ഇനി കഴിഞ്ഞോ? ഇല്ല അല്ലേ. 140ഉം 112ഉം കൂടെ കൂട്ടിയിട്ട് അതിൻ്റെ താഴെ എഴുതണം. അതായത് പിന്നെ അപ്പം നമ്മൾ രണ്ടാമത് വരച്ച കള്ളിയില്ലേ അതിലുള്ള 2 സംഖ്യകളും കൂടി കൂട്ടിയിട്ട് താഴെ എഴുതുക. അപ്പോൾ 140ഉം 112ഉം കൂടി ആഡ് ചെയ്താൽ എത്ര കിട്ടുക? 252 എന്ന് കിട്ടും. അതാണ് ആൻസർ അല്ലേ. അതായത് 14 × 18 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 252 ആണ്. ഈ പേജിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ നോക്കൂ. 15 × 15 എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഇത് നമുക്കിതുപോലെ കള്ളി വരച്ചിട്ട് ചെയ്യണം. അപ്പോൾ ആദ്യം നമ്മൾ കള്ളിയൊക്കെ വരയ്ക്കുക. എന്നിട്ട് കള്ളിൻ്റെ മുകളിലായിട്ട് പിന്നെ ആദ്യത്തെ 15 എന്നുള്ളതിന് പകരം എന്ത് കൊടുക്കുക? 10ഉം 5ഉം ആക്കിയിട്ട് കൊടുക്കുക അല്ലേ. 10 + 5 അല്ലേ 15. അപ്പോൾ ഒരു കള്ളിൻ്റെ മുകളിൽ 10ഉം അടുത്ത കള്ളിൻ്റെ മുകളിൽ 5ഉം കൊടുക്കുക. സൈഡിലും അതുപോലെ 10ഉം 5ഉം കൊടുക്കുക. 15 × 15 അല്ലേ കാണേണ്ടത്. അപ്പോൾ അതും എങ്ങനെ തന്നെയാണ്? 10ഉം 5ഉം തന്നെയാണ് കൊടുക്കേണ്ടത്. ഇനി നമ്മൾ ഫസ്റ്റ് കള്ളിയിൽ 10 × 10 ആണ് അല്ലേ. അതെത്രയാണ്? 100 എന്ന് കൊടുത്തു. ഇനി അടുത്ത കള്ളിയിലോ 5 ആണ്, മുകളിൽ സൈഡിൽ 10 ആണ്. അപ്പോൾ 5 × 10 ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ എത്രയാണ്? ഇത് 15 ആണ്. അപ്പോൾ ആ കള്ളിയിൽ നമ്മൾ 15 എഴുതി കൊടുക്കാം. ഇനി 100ൻ്റെ താഴെയുള്ള കള്ളിയിലോ അതിൻ്റെ ഏറ്റവും മുകളിൽ 10 ആണ്, സൈഡിൽ 5 ആണല്ലേ. അപ്പോൾ 10 × 5 ആണ് അതിൽ കൊടുക്കട്ടെ. 10 × 5 എത്രയാണ്? 50 തന്നെയാണ്. അപ്പോൾ അതും 50 എന്ന് കൊടുക്കാം. ഇനി അടുത്ത കള്ളിയിലോ അതിൻ്റെ മുകളിൽ 5 ആണ്, സൈഡിലും 5 ആണ്. 5 × 5 ആണ് അതിൽ കൊടുക്കേണ്ടത്. 5 × 5 എത്രയാണ്? 25. അപ്പോൾ ആ കള്ളിയിൽ നമുക്ക് 25 എന്ന് കൊടുക്കാം. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? അപ്പുറത്തുള്ള 2 കള്ളിയിലും ഈ കിട്ടിയ ആൻസറുകൾ ആഡ് ചെയ്ത് എഴുതുക വേണ്ടത് അല്ലേ. അപ്പോൾ 100ഉം 50ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ 150 എന്ന് കിട്ടും. ഫസ്റ്റത്തെ കള്ളിയിൽ 150 എന്ന് എഴുതാം. ഇനി അടുത്ത കള്ളിയിലോ 50 25ഉം കൂടി ആഡ് ചെയ്ത് കണ്ടാണ് എഴുതേണ്ടത്. അപ്പോൾ എത്ര കിട്ടുക? 75 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ ആ കള്ളിയിൽ നമുക്ക് 75 എന്ന് എഴുതി കൊടുക്കാം.
അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ആ രണ്ടാമത് വരച്ച കള്ളികളില്ലേ അത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് അതിൻ്റെ താഴെ എഴുതുക. അതായത് 150യും 75ഉം കൂടി ആഡ് ചെയ്തിട്ട് അതിൻ്റെ താഴെ എഴുതുക. അപ്പോൾ 150യും 75ഉം കൂടി ആഡ് ചെയ്താൽ എത്രയാണ്? 225 ആണ് അല്ലേ. അപ്പോൾ അത് അതിൻ്റെ താഴെ എഴുതി കൊടുക്കുക. അതായത് 15 × 15 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 225 ആണ് ആൻസർ കിട്ടുന്നത്. അപ്പോൾ അടുത്ത പേജിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.